ചെമ്പനിപ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ഇനി ശ്രുതിയെ വീട്ടിലെ മരുമകളായിട്ട് തിരിച്ചു വിളിക്കില്ല എന്നുള്ള കാര്യം ഉറച്ച തീരുമാനത്തിലാണ്. പക്ഷെ ശ്രുതിയുടെ വിഷമെല്ലാം കണ്ടിട്ട് ശ്രുതിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രവിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതിയെ വീണ്ടും നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ, അവളെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അതിന് മറുപടിയായിട്ട് ചന്ദ്രമതിയാ പറയുന്നത് അവനൊട്ടും ഇഷ്ടമല്ല, അവനെ ചതിച്ചവളാണ്, അവളുമായിട്ട് ഇവന് ഇനി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ. അങ്ങനെ ബന്ധമില്ല എന്ന് നീ വാക്കാലെ പറഞ്ഞാൽ പോരാ, ഇവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഇപ്പോഴുണ്ട് എന്ന് ചന്ദ്രമതിയുടെ അടുത്ത് രവി പറയുന്നുണ്ട്. താലി അവളുടെ കഴുത്തിൽ കിടന്നോട്ടെ, എന്നാൽ ഇവന്റെ മനസ്സിൽ അവക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നാണ് ചന്ദ്രമതി പറയുന്നത്. അത് അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം രവി സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ചന്ദ്രയല്ല ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്, അതിനുള്ള മറുപടി സുധി പറയട്ടെ എന്ന് പറയാണേ. ഇത് കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അതിന് ചന്ദ്രമതി പറയുന്നുണ്ട്, അവന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഞാൻ എന്താണോ അവന്റെ അടുത്ത് പറയുന്നത് അവൻ അതുപോലെ തന്നെ കേൾക്കുള്ളൂ, അവന്റെ മനസ്സിൽ ശ്രുതിക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കിടന്ന് തുള്ളുവാണ് കേട്ടോ. ഇത് കേട്ട രവിയാണെങ്കിൽ, ചന്ദ്രൻ നിന്റെ അടുത്തല്ല ഞാൻ ചോദിച്ചത്, മറുപടി പറയേണ്ടത് സുധിയാണ്, സുധി നീ പറയടാ എന്ന് വീണ്ടും രവി പറയുമ്പോഴേക്കും സുധിയാണെങ്കിൽ മിണ്ടാതെ തന്നെ നിൽക്കുവാണ് കേട്ടോ. പക്ഷെ ചന്ദ്രൻ ഇങ്ങനെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അവന് എന്ത് പറയാനാ, അവന്റെ മനസ്സിൽ ഇനി ശ്രുതിയില്ല, അവന് ശ്രുതിയുമായിട്ട് ഇനി യാതൊരു ബന്ധമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ മുറിയിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അതിന്റെ പുറകെ ചെന്ന് ചന്ദ്രയാണെങ്കിൽ സുധി എന്ന് പറഞ്ഞിങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ സുധി അങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് സുധിക്ക് മൊത്തമായിട്ട് ശ്രുതിയെ ഇതുവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന്. അവന്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതിയോട് സ്നേഹമുണ്ട്. അത് വെള്ളമടിച്ച സമയത്ത് പറഞ്ഞതായിരുന്നല്ലോ, ശ്രുതിയെ താൻ വിശ്വസിച്ചു, എന്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിച്ചു, അങ്ങനത്തെ അവളാണ് എന്നെ ചതിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവാണ്. ഇപ്പൊ കണ്ടില്ലേ, അവൻ മിണ്ടാതെ പോയതിന്റെ ഉദ്ദേശം തന്നെ മനസ്സിലായില്ലേ. അവന് ശ്രുതിയെ ഇപ്പോഴും ഇഷ്ടമാണ്, അവന് അവന്റെ ഭാര്യസ്ഥാനത്ത് നിന്ന് ഒരിക്കലും ശ്രുതിയെ ഒഴിവാക്കാനും പറ്റില്ല. അത് മാത്രമല്ല അമ്മേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ശ്രുതി വന്നതിന് ശേഷമാണല്ലോ അദ്ദേഹം മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയതും ഇപ്പോ ഒരു ബിസിനസ്മാൻ ആയിട്ട് നല്ല പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത്. ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി വീണ്ടും പഴയതുപോലെ തന്നെ ആകുന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും രേവതി ശ്രുതിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നതും ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ. ദേഷ്യം പിടിച്ചുകൊണ്ട് ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ അടുത്ത് ആരെങ്കിലും ഇപ്പൊ അഭിപ്രായം ചോദിച്ചോടി, എന്റെ മോന്റെ കാര്യം ഞാൻ തീരുമാനിക്കും, അവന്റെ ജീവിതത്തിൽ ഇനി ശ്രുതി ഇല്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് ദേഷ്യം പിടിച്ച് ഉള്ളിലേക്ക് കയറി പോവാണേ. അത് കഴിഞ്ഞ് രവി നമ്മുടെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല, സുധിയുടെ പോക്കൊട്ടും ശരിയല്ല, അവ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി രവി അമ്മയ്ക്ക് അരികിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. താൻ പോയിട്ട് അച്ഛമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും അത് വേണ്ട, താൻ തന്നെ പൊക്കോളാം എന്ന് പറയാണ്. അത് തന്നെയാണ് ശരി എന്നുള്ള കാര്യം രേവതിയും പറയുന്നുണ്ട്. കാരണം അമ്മ ആര് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല, അച്ഛമ്മ പറഞ്ഞാൽ മാത്രമേ അമ്മ കേൾക്കത്തുള്ളൂ. അത് മാത്രമല്ല ഈ കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് രേവതിയും പറയുകയാണേ. അത് ശരിയാണെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ രവി അച്ഛമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. രവിയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് സച്ചി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് രവിയോടൊപ്പം. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി വീണ്ടും തിരികെ വീട്ടിലേക്ക് എത്തുവാണ്. എത്തിയതിനു ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയൊന്നും ഭക്ഷണം കഴിക്കുന്നൊന്നുമില്ല. ശ്രുതിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലും അതുപോലെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണുള്ളത്. രേവതി വിളിച്ചിട്ടൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും വരുന്നില്ല. അങ്ങനെ സച്ചിൻ രേവതിയും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് വർഷ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ശ്രുതി കുടിച്ച് ബോധമില്ലാതെ കളിച്ച കളികളും പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിൽ നിന്ന് വർഷയും പറയുന്നുണ്ട്, ശ്രുതിയേട്ടന് ഒരിക്കലും ശ്രുതി ചേച്ചിയെ മറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ശ്രുതി ചേച്ചി കള്ളം പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ശ്രുതിയേട്ടന്റെ ലൈഫ് ഇത്രയും മാറ്റിയെടുത്തതും ശ്രുതിയേട്ടന് ഒരു ഉത്തരവാദിത്തം കൊണ്ടുവന്നതൊക്കെ ശ്രുതി ഒറ്റൊരാൾ കാരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിയേട്ടന് ശ്രുതി ചേച്ചി എന്ന് വെച്ച ജീവൻ തന്നെയാണ്. ഇപ്പൊ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദേഷ്യമൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരിക്കലും ശ്രുതിയേട്ടന് ശ്രുതി ചേച്ചിയെ മറക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തന്നെയാണ് വർഷയും പറയുന്നത് കേട്ടോ. ഈ പ്രശ്നം എന്തായാലും ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുക എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ഓഹോ അച്ഛമ്മ വരുന്നുണ്ടോ, അതെന്തിനാ ചേച്ചി എന്ന് ചോദിക്കുവാണേ. എത്രയും വേഗം തന്നെ ഈ പ്രശ്നങ്ങൾ ഉടനെ തന്നെ സോൾവ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുമാത്രമല്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തിലുള്ളത്. സാധാരണയായിട്ട് സച്ചേട്ടനേട്ടൻ അങ്ങനെ കുടിക്കാത്തതാണല്ലോ. ഇന്നലെ കുടിച്ചു വന്ന് ഇവിടെ കിടന്ന് ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നത് കേട്ടപ്പോൾ അച്ഛന്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി. അതിനെക്കുറിച്ച് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടാണെങ്കിൽ അമ്മ ഒരു രീതിയിലും അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമില്ല. അമ്മ ഒരാൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വെച്ചാൽ അത് അച്ഛമ്മ പറഞ്ഞാൽ മാത്രമല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് അച്ഛൻ ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അമ്മയെ കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ അച്ഛമ്മ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ചേച്ചി ഉടനെ തന്നെ ഇവിടുന്ന് പുറപ്പെടാമെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല വർഷ എന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ലൈവായിട്ട് കാണണം എന്നാണ് കേട്ടോ വർഷ പറയുന്നത്. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങളെ കുറിച്ച് ശ്രീകാന്ത് അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണെ. അതെങ്ങനെ വർഷം ശരിയാവുന്നത്? ഇവിടെ 2 ദിവസത്തെ ബുക്കിംഗ് കൊണ്ട് നമുക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് പോകാനാണോ നീ പറയുന്നത്? അതെ, നമ്മളിവിടെ കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നത് വെച്ച് വന്നതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഇവിടത്തേക്കാളും നല്ല എൻജോയ്മെന്റ് ഇപ്പൊ വീട്ടിലാണ്. അന്ന് ശ്രുതി ചേച്ചിയുടെ കള്ളത്തരങ്ങൾ പൊളിയുന്ന സമയത്ത് എനിക്ക് നേരിട്ടിട്ട് ആ സീന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷെ ഇത്തവണ എന്തായാലും മിസ്സാക്കാൻ വേണ്ടി പറ്റില്ല. അച്ഛമ്മ വരുന്നുണ്ട്. എന്തായാലും ശ്രുതി ചേച്ചി വീട്ടിലേക്ക് വരാതിരിക്കില്ല. അച്ഛമ്മ വിളിച്ചു വരുത്തും. പിന്നെ ശ്രുതി ചേച്ചിയും അതുപോലെ തന്നെ ആന്റിയും തമ്മിലുള്ള വലിയൊരു വാറാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെല്ലാം എനിക്ക് ലൈവായിട്ട് തന്നെ കാണണം. ഇതെല്ലാം കേട്ട് ശ്രീകാന്ത് ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ വർഷ പറയുന്നതൊക്കെ കേട്ടിട്ട്. നീ എന്തൊക്കെയാ വർഷയെ പറയുന്നത്? സുധേട്ടനെയും ശ്രുതി ചേച്ചിയുടെ ജീവിതം എന്താവുന്നുള്ള കാര്യം പോലും അറിയില്ല. ആ സമയത്താണോ നീ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീയൊന്നും ഒരിക്കലും നേരാവാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ വർഷയുടെ അടുത്ത് ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ആദ്യം നീ നിന്റെ വീട്ടുകാരെ നേരെയാക്കാൻ വേണ്ടി നോക്ക്, അത് കഴിഞ്ഞിട്ട് മതി എന്നെ. ശരി, അപ്പോ നിന്റെ തീരുമാനം തിരിച്ചു പോകണം എന്ന് തന്നെയല്ലേ? പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വർഷ പറയുമ്പോ, ശരി, ഇപ്പൊ എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം, നാളെ രാവിലെ പോകാം എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. വർഷയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. അവിടെ പോയിട്ട് വലിയ വലിയ സീനുകൾ, എന്തായാലും ചന്ദ്രയുടെ സ്വഭാവം അറിയാം. അതുപോലെ തന്നെ ശ്രുതിയെ അന്ന് നന്നായിട്ട് പൊട്ടിച്ചല്ലോ. ആ സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയോട് കൂടിയിട്ട് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിക്ക് ചായയുമായിട്ട് രേവതി വരുന്നുണ്ട്. ഇന്നെന്താ സച്ചിയുടെ ട്രിപ്പിനൊന്നും പോകുന്നില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ട്രിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് കാർത്തികിനോട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അച്ഛമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തും. ആ സമയത്ത് വീട്ടിൽ വേണമല്ലോ. അച്ഛമ്മ വന്നാലെങ്കിലും ഇതിനൊരു തീരുമാനം ആയാൽ മതിയായിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട്. അതില് രേവതി, നിനക്ക് എന്താ സംശയം? അച്ഛമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീരുമാനമാകും. അച്ഛമ്മയ്ക്ക് അറിയാം ആരെടുത്ത് എങ്ങനെ പറയണോ എന്ന്. അച്ഛമ്മ ഒരിക്കലും അച്ഛനെ പോലെയൊന്നും അല്ല. അച്ഛൻ കുറച്ചു നേരം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുപോകും. എന്നാൽ അച്ഛമ്മ അങ്ങനെയല്ല. അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങള് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 4 പൊട്ടിക്കാനാണെങ്കിലും അച്ഛമ്മയ്ക്ക് ഒരു മടി ഉണ്ടാവില്ല. അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ അവരിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് തിരികെ വരുവാണേ. വരുന്ന സമയത്ത് വർഷയുടെ ഫോണിലേക്ക് ശ്രുതി വിളിക്കുന്നുണ്ട് കേട്ടോ. കോളർ റിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ ശ്രീകാന്ത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശ്രുതിയോടൊപ്പം മീരയും ഉണ്ട് കേട്ടോ അരികിൽ തന്നെ. അതുകൊണ്ട് ലൗഡ് സ്പീക്കറിലാണ് ശ്രുതി സംസാരിക്കുന്നത്. വർഷയെ, നീ എവിടെയാണ്? റിസോർട്ടിലാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഇല്ല, ഞങ്ങള് റിസോർട്ടിൽ നിന്ന് പോകുന്നു, ഇപ്പൊ വീട്ടിലേക്ക് ഓൺ ദ വേ ആണെന്ന് പറയാണേ. ശരി, ശ്രുതി ചേച്ചി എവിടെയാന്ന് വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പോ, അല്ല, ഞാൻ പുറത്താണെന്ന് പറയാണ് കേട്ടോ. ഉടനെ തന്നെ വർഷയും സ്പീക്കറിൽ ഇട്ടിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് മ്യൂട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. എവിടെയാന്നുള്ള കാര്യം പറയുന്നില്ല, പുറത്താണെന്ന് പറയുവാണ്. ശരി, നീ സംസാരിക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട്. ശ്രുതി ചേച്ചി എന്താ വിളിച്ചതെന്നുള്ള കാര്യം വർഷ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം നീയും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞു. നിന്റെ മലേഷ്യ മാമനൊന്നും ശരിയായിട്ടുള്ള മലേഷ്യ മാമനല്ല എന്നും, പിന്നെ അച്ഛൻ, ജയില്, ഇതെല്ലാം കള്ളങ്ങളാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഇതെല്ലാം ഭയങ്കര ടെസ്റ്റ് തന്നെയാണ് കേട്ടോ ചേച്ചി. അതൊന്നും പറയുന്നത് ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. മീരയാണെങ്കിൽ അടക്കം പറയുന്നത് പോലെ പറയുന്നുണ്ട്, ബാക്കിയുള്ള കാര്യം കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് നല്ല ടെസ്റ്റ് ആയിരിക്കും എന്ന്. എന്തിനാ ശ്രുതി ചേച്ചി ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ നിനക്ക് എന്റെ മേലൊരു ബാഡ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടാകും. പക്ഷേ ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞത്? അതിനൊരു റീസൺ ഉണ്ടെന്ന് പറയാണേ. ഉറപ്പായിട്ടും അതിനൊരു റീസൺ ഉണ്ടാകും. അതിന്റെ റീസൺ എന്താന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വർഷേ, നീ തന്നെ പറ, റീസൺ എന്താന്നുള്ള കാര്യം ചോദിക്കാനോ പറയാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കുകയോ അവര് ചെയ്തില്ല. ശരിക്കും ഞാൻ കള്ളം പറഞ്ഞതിനുള്ള റീസൺ എന്താന്നുള്ള കാര്യം അവർ ചോദിക്കണ്ടായിരുന്നോ?
അത് അവർ ചെയ്തത് തെറ്റല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ വർഷയാണെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, കള്ളം പറഞ്ഞത് തെറ്റല്ല, റീസൺ ചോദിക്കാൻ വേണ്ടി ചോദിക്കാത്തതാണ് ഇപ്പൊ തെറ്റ് എന്ന്. നീ റണ്ണിങ് കമന്ററി പോലെ എന്റെ അടുത്ത് സംസാരിക്കാതെ മര്യാദയ്ക്ക് ഫോണിൽ സംസാരിക്കുക എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. വർഷം മിണ്ടാതെ നിൽക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ വർഷേ നീ ലൈനിലുണ്ടോന്ന് ചോദിക്കുകയാണെ ആ ലൈനിലുണ്ട് ചേച്ചി പറ. ശ്രുതി ചേച്ചി പറയുന്നതും കറക്റ്റ് തന്നെയാണ്. ആന്റി ചേച്ചിയുടെ അടുത്ത് റീസൺ ചോദിക്കണമായിരുന്നു. ഇപ്പൊ കോർട്ടിലാണെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പണിഷ്മെന്റ് തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പക്ഷത്തുള്ള ന്യായം എന്താന്നുള്ള കാര്യം കേൾക്കുമല്ലോ. അതേ വർഷേ നീ കറക്റ്റ് ആയിട്ട് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്നാ വീട്ടിലുള്ള ആർക്കും അത് മനസ്സിലാകുന്നില്ല. ശരി വിട്ടേക്ക് ശ്രുതി ചേച്ചി, എന്തായാലും ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി വരുന്നുണ്ടല്ലോ. ജഡ്ജോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അതെ, അച്ഛമ്മയെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്കിള് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഉടനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവള് റിസോർട്ടിലിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ. അതൊരു പക്ഷേ രേവതി പറഞ്ഞിട്ടായിരിക്കും. നീ എന്തായാലും സംസാരിക്കുമെന്ന് മീര പറയുന്നുണ്ടേ. എന്താ വർഷം നീ പറഞ്ഞത്, അച്ഛമ്മ വരുന്നുണ്ടോ എന്നോ? അതെ, നമ്മുടെ വീട്ടില് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛമ്മ വന്നിട്ടല്ലേ അതൊക്കെ ശരിയാക്കാറ്. ഒരു തവണ ആന്റിയും അതുപോലെ തന്നെ അങ്കിളും സംസാരിക്കാണ്ടിരുന്ന സമയത്ത് അച്ഛമ്മ വന്നിട്ടല്ലേ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. വർഷേ ഇതില് നിനക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ. ഇതില് എനിക്ക് എന്ത് തോന്നാനാണ്, എനിക്കിതിൽ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഇതില് വെറും ഒരു ഓഡിയൻസ് മാത്രമാണ്. അടുത്തത് എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ്. അതുകൊണ്ടാണ് ഞാനും ശ്രീകാന്തും ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചത്. ശ്രുതി ചേച്ചിയും അങ്ങോട്ടേക്ക് വന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ. ശരി ഓക്കെ ശ്രുതി ചേച്ചി, നമുക്ക് നേരിൽ കാണാം സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വർഷ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ തൊലി ഉരുന്നത് പോലെ ആവുന്നുണ്ട്. തുടർന്ന് വീണ്ടും വർഷയെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. വർഷ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ശ്രുതി ചേച്ചി എന്നെ എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം അറിയോ? ആളെ ചേർക്കാൻ വേണ്ടിയിട്ട്. ആളെ ചേർക്കാനോ? ശ്രുതി ചേച്ചിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൾ വേണം. അതുകൊണ്ടാണ് നമ്മുടെ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഇതിൽ ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ്ട, നമുക്ക് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നീ പറഞ്ഞത് ശരി തന്നെയാണ് വർഷേ. ശ്രുതി ചേച്ചി കള്ളം പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് അമ്മ ഒരിക്കലും ഇവിടുന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇതിലൊന്നും തലയിടാണ്ട് നിൽക്കാം. ആദ്യം ശ്രീകാന്തി നമുക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒബ്സർവ് ചെയ്യാം. നമ്മുടെ ഒപ്പീനിയൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് പറയാം. തുടർന്ന് വീണ്ടും നമ്മുടെ ശ്രുതിയാണ് കേട്ടോ കാണിക്കുന്നത്. അതെന്താടി വർഷ കളകളാന്ന് പറഞ്ഞിട്ട് വേഗം വെച്ചത് എന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട്. അവളെ ഞാൻ എന്റെ പക്ഷത്തേക്ക് ചേർക്കാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. പക്ഷെ അവള് ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയാ ഉള്ളത്. എന്റെ സ്ഥാനത്ത് ഇപ്പൊ രേവതിയാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് സപ്പോർട്ട് ചോദിക്കാൻ വേണ്ടി ചെന്നതെന്ന് വെച്ചാൽ അവള് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ശ്രുതി നിനക്ക് സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ എന്തായാലും നാട്ടിൽ നിന്ന് അച്ഛമ്മയും കൂടി വരുന്നുണ്ട്. നിന്നെ എന്തായാലും ഇനി ചോദ്യം ചെയ്യലോ തന്നെയായിരിക്കും. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്? എന്തെങ്കിലും ചെയ്തിട്ട് എന്റെ ലൈഫ് രക്ഷിച്ചല്ലേ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ അച്ഛമ്മ വന്നതിന് ശേഷം എന്തൊക്കെയാ നടക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ പറയാട്ടോ. താങ്ക് യു.